കേരളത്തിലെ CPIM അണികൾക്ക് ഇപ്പോൾ ഒരു പുതിയ ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, വീട് കയറി വോട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ മാന്യന്മാരാകാം. ജനങ്ങളോട് തർക്കിക്കരുത്, അവർ പറയുന്നത് ഇടയ്ക്ക് കയറി മിണ്ടരുത്, എല്ലാം കേട്ട് മിണ്ടാതെ നിന്നോണം. ഇതെന്താ പെട്ടെന്നൊരു വിനയം? വിപ്ലവം പ്രസംഗിച്ചിരുന്നവർക്ക് ഇപ്പോൾ എന്തിനാണ് ഇത്ര പേടി? ഉത്തരം ലളിതമാണ്. ജനങ്ങൾ ഭരണത്തിന് എതിരാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യം AKG സെന്ററിനെ വിറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ പഴയതുപോലെ ചായയും ബിസ്ക്കറ്റും തരുമെന്ന് കരുത വേണ്ട. ചിലപ്പോൾ കിട്ടുന്നത് കനത്ത മറുപടിയായിരിക്കും. കാരണം മാസങ്ങളായി ക്ഷേമ പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ട പ്രായമായവർ ഓരോ വീടുകളിലുമുണ്ട്. മരുന്നിനും ഭക്ഷണത്തിനും വകയില്ലാതെ നിൽക്കുന്ന അവരുടെ മുന്നിൽ ചെന്ന് വികസനം വിളമ്പിയാലേ അവര് കാർക്കിച്ചു തുപ്പും. PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും ജോലി കിട്ടാതെ തെരുവിലിരുന്ന് കരയുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. അതേസമയം പിൻവാതിലൂടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുന്ന പാർട്ടിക്കാരെ കാണുമ്പോൾ അവരുടെ രക്തം തിളയ്ക്കും. ആ യുവത്വം വോട്ട് ചോദിച്ചു വരുന്നവരോട് കണക്ക് ചോദിച്ചിരിക്കും. മാസാവസാനം ശമ്പളം കിട്ടാതെ വലയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും തുച്ഛമായ വേതനത്തിനായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരും ഇന്ന് കടുത്ത അമർഷത്തിലാണ്. ഭരണയന്ത്രം തുരുമ്പിച്ചതും അഴിമതി മുഖമുദ്രയാക്കിയതും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തർക്കിക്കരുത് എന്ന പാർട്ടി അണികൾക്ക് നിർദ്ദേശം നൽകിയത് നന്നായി. കാരണം തർക്കിക്കാൻ ചെന്നാൽ ജനങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ന്യായീകരണവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല. ഈ പുതിയ പെരുമാറ്റച്ചട്ടം ഒരു കാര്യം അടിവരയിടുന്നു: CPM കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന്. ജനങ്ങൾ ഭരണകൂടത്തിന് എതിരാണെന്ന തിരിച്ചറിവാണ് ഈ വിനയത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം. വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ആ ചുവന്ന ബാഡ്ജ് കണ്ടാൽ ജനങ്ങൾ മുഖം തിരിക്കുന്ന കാലം വിദൂരമല്ല. അടിയന്തരാവസ്ഥയെ വരെ നേരിട്ടെന്ന് അവകാശപ്പെടുന്ന CPM എന്ന കേഡർ പാർട്ടി ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മുട്ടിടിച്ചു നിൽക്കുകയാണ്. വീട് കയറി വോട്ട് ചോദിക്കാൻ പോകുന്ന പ്രവർത്തകർക്ക് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ ഉപദേശമുണ്ടല്ലോ, അത് മാത്രം മതി പത്തി താഴ്ത്താൻ ഉള്ള മുഖമുദ്രയായിട്ട്. മുഖ്യമന്ത്രിയുടെയും മകളുടെയും അഴിമതി കഥകൾ കേൾക്കുമ്പോൾ, മാസപ്പടി വിവാദം കേൾക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ വിപ്ലവ പ്രസംഗങ്ങൾ ഏശുകയില്ല. അതുകൊണ്ട് തല താഴ്ത്തി നിൽക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറെ എന്ത് വഴിയാണുള്ളത്? തോമസ് ഐസക്കിനും MV ഗോവിന്ദനും വരെ അറിയാം കേരളത്തിലെ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തിളച്ചുമറിയുകയാണെന്ന്. ആ വികാരം തണുപ്പിക്കാൻ ഈ വിനയ പ്രകടനം കൊണ്ട് കഴിയില്ല. നിങ്ങൾ വീട് കയറുമ്പോൾ ജനങ്ങൾ മൗനം പാലിക്കുന്നത് നിങ്ങളുടെ വിനയം കണ്ടല്ല, മറിച്ച് വോട്ട് യന്ത്രത്തിലൂടെ നിങ്ങൾക്ക് തരാനുള്ള മറുപടി മനസ്സ് ഉറപ്പിച്ചത് കൊണ്ടാണ്. ഓർത്തു വെച്ചോ, വിനയം ഒരു മറയാക്കാം, പക്ഷേ ജനങ്ങളുടെ വിശപ്പിനെ തോൽപ്പിക്കാനാവില്ല.